പാലക്കാട് സംഘികളെല്ലാവരും കൂടെ ഒരു ബംഗ്ലാദേശി ആണെന്നും പറഞ്ഞിട്ട് ഒരു ഇന്ത്യൻ ഹിന്ദുവിനെ കൊന്നു. അങ്ങനെ തന്നെ പറയണം തോന്നി. അതുകൊണ്ടാണ് ഇന്ത്യൻ ഹിന്ദു എന്ന് പറയുന്നത്. കാരണം ഇന്ത്യൻ ഹിന്ദുവിന്റെ കൂടെ എന്ന് പറയപ്പെടുന്ന സംഘികൾ രണ്ടും രണ്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറഞ്ഞത്. RSSകാര് കൊന്നുകളഞ്ഞ ഇന്ത്യൻ ഹിന്ദു അത് മുസ്ലിമാണ്, അതല്ലെങ്കിൽ ബംഗ്ലാദേശിയാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുടെ പേരിലാണ് ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. ഇതേ സമയത്ത് ഇന്നലെ ബംഗ്ലാദേശിൽ ഒരു ഇന്ത്യൻ ഹിന്ദു ആണെന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ബംഗ്ലാദേശിന് എതിരെ നിൽക്കുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിനെതിരെ നിൽക്കുന്ന ഹിന്ദു ആണ് എന്നും പറഞ്ഞിട്ട് ഒരു ഹിന്ദുവിനെ ഇന്നലെ ബംഗ്ലാദേശിൽ കുറച്ച് ആളുകൾ ചുട്ടുകൊന്നു. അതായത് കൊന്നതിന് ശേഷം ഒരു മരത്തിൽ കെട്ടിയിട്ട് ആളെ കത്തിച്ചു. വീഡിയോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം ഈ രണ്ട് കൂട്ടരും, അത് ഇന്ത്യയിലുള്ള സംഘികളാണെങ്കിലും ബംഗ്ലാദേശിൽ ഈ പരിപാടി കാണിക്കുന്ന മുസ്ലിം തീവ്രവാദികളാണെങ്കിലും, രണ്ടും ഈ നാടിനും ലോകത്തിനും ആപത്ത് തന്നെയാണ്. അതിൽ ഒരു സംശയവും ആർക്കുമില്ല. അതല്ലാണ്ട് മുസ്ലിങ്ങൾ ചെയ്യുന്ന കാര്യത്തിനെ സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ സംഘികൾ ചെയ്യുന്ന കാര്യത്തിനെ നമ്മൾ എതിർക്കുന്നതല്ല. ഈ പരിപാടി ലോകത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും അവിടെ നിൽക്കട്ടെ, ലോകത്തെ മനുഷ്യന്മാർക്ക്, അല്ലെങ്കിൽ ഹിന്ദുവിനോ മുസ്ലിമിനോ ക്രിസ്ത്യാനിക്കോ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഏത് മതക്കാരെ നിങ്ങൾ എടുത്തോ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അത് ഏത് തീവ്രവാദം, അത് ഹിന്ദു സംഘ തീവ്രവാദമാണെങ്കിലും ഇസ്ലാം റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളാണെങ്കിലും, രണ്ടും നമ്മുടെ നാടിന് ആപത്ത് തന്നെയാണ്. എന്തുകൊണ്ട് ബംഗ്ലാദേശിൽ ഇത് സംഭവിച്ചു, എന്തുകൊണ്ട് ഇന്ത്യയിൽ സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം നമുക്ക് ബംഗ്ലാദേശിലെ കാര്യങ്ങൾ എടുക്കാം. എന്തുകൊണ്ട് പെട്ടെന്ന് അവിടെ ഇങ്ങനെ ഒരു പ്രശ്നം വീണ്ടും ഉണ്ടായില്ലേ? 2024 ബംഗ്ലാദേശിൽ ഒരു എന്താ പറയുക, ഒരു കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. അതുവരെ ഒരു ജനാധിപത്യ ഡെമോക്രസി കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി. അതിൻ്റെ ഇടയിൽ അവിടുത്തെ ജെൻസി, അതുപോലെ തന്നെ മറ്റു ചില ആളുകളും അവിടുത്തെ എന്താ പറയുക ഭരണത്തിനെതിരെ, അതല്ലെങ്കിൽ ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തിനെതിരെ ചില സംവരണങ്ങളുടെ പേര് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള പ്രക്ഷോഭങ്ങളോട്ട് വരുന്നു. ഭരണ വിരുദ്ധ വികാരം ഭയങ്കരമായിട്ട് അവിടെ വരുന്നു. അങ്ങനെയാണ് അവിടെ ഒരു കലാപം വരുന്നതും. അവിടുന്ന് ഷെയ്ഖ് ഹസീന അവിടുന്ന് വന്ന് ഇന്ത്യയിൽ അഭയം പ്രാപിച്ചു. ഇന്ത്യയിൽ വന്ന ആ സമയം മുതൽ ഇന്ത്യക്കാരോട് കംപ്ലീറ്റ്ലി ഈ ബംഗ്ലാദേശിൽ, അതായത് ഒരു ഭൂരിപക്ഷം വരുന്ന ഈ കലാപക്കാർ, അതായത് കലാപം അഴിച്ചുവിട്ട് അതിനെ കൺട്രോൾ ചെയ്യുന്ന ആളുകൾക്ക് ഇന്ത്യനോടും ഭയങ്കരമായിട്ടുള്ളൊരു വിദ്വേഷവും ദേഷ്യവും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ പാകിസ്ഥാന് വേണേൽ പറയാം. ബംഗ്ലാദേശ് ആ അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഒരു ഭരണ സംവിധാനങ്ങളില്ലാണ്ട് ഇത്തരത്തിലുള്ള തീവ്ര ഇസ്ലാമിക് ചിന്താഗതിയുള്ള ആളുകൾ ഭരിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ എന്തായോ അതുപോലെ തന്നെ ആവും ബംഗ്ലാദേശും. ഇനി മറ്റ് തീവ്രവാദി, അല്ലെങ്കിൽ തീവ്രവാദികളല്ലാത്ത നല്ല നല്ല ഇസ്ലാം ഭരിക്കുന്ന ഇഷ്ടം പോലെ രാജ്യങ്ങളുണ്ട്. ഗൾഫ് കൺട്രീസ് എടുത്തു കഴിഞ്ഞാൽ, ഇവിടെ എടുത്തു കഴിഞ്ഞാലും അവിടെയൊക്കെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഏത് മതക്കാരും സമാധാനപരമായിട്ട് ജീവിക്കുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. ഏറ്റവും ബേസായിട്ട് ഞാൻ പറയാനുള്ളത്, ഇസ്ലാം അല്ലെങ്കിൽ ഈ പറഞ്ഞ മുസ്ലിം എന്ന് പറഞ്ഞത് ഒരു ഹിന്ദുവിനും അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിക്കും എതിരല്ല. അതിനുള്ള ഉദാഹരണങ്ങളാണ് നമ്മൾ ഈ മുമ്പിൽ കാണുന്ന മറ്റു രാജ്യങ്ങളും. പക്ഷേ തീവ്ര ഇസ്ലാമിസ്റ്റ് എന്ന് പറയുന്ന, നമ്മൾ ഈ സംഖ്യകൾ കൊണ്ട് പറഞ്ഞ ഭ്രാന്തന്മാരായിട്ടുള്ള തീവ്രവാദികൾ, അത് ഹിന്ദു ആണെങ്കിലും അത് മുസ്ലിം ആണെങ്കിലും അത് ഈ ലോകത്തിന് എന്നും ആപത്ത് തന്നെയാണ്. അങ്ങനെ ബംഗ്ലാദേശിൽ നമുക്കറിയാം അങ്ങനെ ഒരു അവസ്ഥ വന്നു. കഴിഞ്ഞ 1.5 വർഷത്തോളമായിട്ട് യൂനിസ് ഖാൻ ഭരിച്ചെങ്കിലും ഇത്തരത്തിലുള്ള കലാപകാരികളെ ഒതുക്കി നിർത്താനോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചിന്താഗതി ഇവരെ പിന്തിരിപ്പിക്കാനോ പറ്റിയിട്ടില്ല. അതിൻ്റെ ഇടയിലാണ് ഈ കലാപം മുന്നോട്ട് കൊണ്ടുവന്നിരുന്നത്. ഈ കലാപം ഏറ്റവും കൂടുതൽ ഈ കലാപത്തിനെ എന്താ പറയുക ആഹ്വാനം ചെയ്തിരുന്ന ആളാണ് ഷെരീഫ് ഉസ്മാൻ ഹാദി. ഈ ഹാദി കഴിഞ്ഞ ദിവസം ധാക്കയിൽ വെടിയേറ്റ് ഡിസംബർ 12 വെടിയേറ്റതാണ്. സിംഗപ്പൂർ ഒരു ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു ആള്. കഴിഞ്ഞ ദിവസം ഇന്നലെ മരിച്ചിട്ടുണ്ട്. ഇതോടുകൂടിയാണ് അവിടെ വീണ്ടും ഒരു കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. ഈ കലാപത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ കോൺസുലേറ്റിനെ വരെ ഇവർ ആക്രമിച്ചു, അല്ലെങ്കിൽ ഇന്ത്യക്ക് സപ്പോർട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഇന്ത്യനെ സപ്പോർട്ട് ചെയ്ത രീതിയിൽ ന്യൂസ് കൊടുത്ത 1-2 പത്രമാധ്യമ എന്താ പറയാ സ്ഥാപനങ്ങൾ ഇവർ കത്തിച്ചു കളഞ്ഞു. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു ഇന്ത്യ വിരുദ്ധ പ്രക്ഷോഭം തന്നെ അവിടെ ഉണ്ടാവുന്നുണ്ട്. അതിനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ പറഞ്ഞ ഷെരീഫ് ഹാദി, അതായത് നേതാവായിട്ടുള്ള ഷെരീഫ് ഉസ്മാൻ ഹാദി ഇന്ത്യക്കെതിരെ സംസാരിച്ചിട്ടുള്ള ആളാണ്. കാരണം ഷെയ്ഖ് ഹസീനക്ക് നമ്മൾ ഇവിടെ അഭയം കൊടുത്തു. അതുകൊണ്ടൊക്കെ തന്നെ ഇന്ത്യക്കെതിരെ ഒരുപാട് സംസാരിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ആള് മരിച്ചതുകൊണ്ട് തന്നെ അതിൽ ഒന്നുകിൽ അതിൻ്റെ പിറകിൽ ഇന്ത്യൻ ആണ്, അല്ലെങ്കിൽ ഇന്ത്യൻ രീതിയിലുള്ള ആളുകളാണ് ഇത് ചെയ്തതെന്നും പറഞ്ഞിട്ടാണ് അവർ മുന്നോട്ട് വരുന്നത്. സത്യത്തിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇന്ത്യനോട് ഏറ്റവും ശത്രുത ഉള്ളത് ഒന്ന് പാകിസ്ഥാൻ. ഈ ആളെ കൊന്നിട്ട് വെടിവെച്ച് കൊന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നുകിൽ അത് പാകിസ്ഥാനികളായിരിക്കും. ഇനി പാകിസ്ഥാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബംഗ്ലാദേശിൽ തന്നെയുള്ള ഈ തീവ്ര വിഭാഗക്കാർ വീണ്ടും ഇന്ത്യൻ വിരോധികളായിട്ടുള്ള ആരെങ്കിലും ഒന്ന് ചെയ്തു. അതല്ലെങ്കിൽ ചൈന. അതായത് ഇന്ത്യക്കെതിരെ ഏത് രാജ്യങ്ങളെയും തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന മറ്റു രാജ്യങ്ങളിലാണ് ചൈന. ഒന്നുകിൽ ചൈന. ഇനി അതൊന്നും അല്ലെങ്കിൽ CIA അങ്ങനെ ആരെങ്കിലും ആയിരിക്കും ഈ ഒരു സീക്രട്ട് ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അത് ഇന്ത്യ വിരുദ്ധത കൂടുതൽ കൊണ്ടുവരാനും അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ ആ ഒരു കലാപം അഴിച്ചു വിടാനും ഒക്കെ സാധിക്കും അവർക്ക്. അതിന് വേണ്ടിയിട്ട് ചെയ്തൊരു കാര്യമായിരിക്കാം. കാരണം നമ്മുടെ ഡിപ്ലോമസി അത്രയും വൃത്തികെട്ട രീതിയിലാണല്ലോ പോകുന്നത്. അയൽ രാജ്യങ്ങളായിട്ടും മറ്റ് വിദേശ രാജ്യങ്ങളൊക്കെ ആയിട്ട് മോദി പോയിട്ട് കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ കൊടുക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും അല്ല നമ്മുടെ വിദേശ പോളിസി. നമ്മൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടക്ക് പലവട്ടം കണ്ടിട്ടുണ്ട്. പല രാജ്യങ്ങളും നമുക്ക് എതിരെ തിരിയുന്നതും ഈവൻ സ്വന്തം ഫ്രണ്ട് എന്ന് പറയുന്ന നടന്ന അമേരിക്ക പോലും ഇപ്പൊ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പണി തരാൻ നോക്കി നടക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ വിദേശ പോളിസീസ് എത്രത്തോളം വേഴ്സാക്കി മാറ്റിയിട്ടുണ്ട്. നമ്മുടെ വിശ്വഗുരു ചക്കക്കുരു ആക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ചക്കക്കുരു എന്ന മറ്റേ ഉപ്പേരി വെച്ച പോലെ ആക്കിയിട്ടുണ്ട് നമ്മുടെ വിദേശ പോളിസി എന്നുള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഉദാഹരണങ്ങളാണ് ഈ കാണുന്നതൊക്കെ. അങ്ങനെ ഇയാൾ അവിടെ മരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ മരിച്ച സമയത്ത് തന്നെ ഈ കൊലപാതക രാജ്യത്ത് ഉടനീളം വലിയ രീതിയിലാണ് അവിടെ പ്രതിഷേധം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾക്ക് നേരെയാണ് ഏറ്റവും കൂടുതൽ അവിടെ ആക്രമണം ഉണ്ടാകുന്നത്. അതായത് ഹാദിയുടെ കൊലപാതകത്തിൽ പ്രകോപിതരായിട്ടുള്ള ജനക്കൂട്ടം ദീപു ചന്ദ്രദാസ് എന്ന ദളിത് ഹിന്ദു യുവാവിനെയാണ് ഇന്നലെ തീക്കൊളുത്തിയിട്ടുള്ളത്. ഈ കൊലപാതകത്തിന് പിന്നിൽ മതനിന്ദ ആരോപണങ്ങളാണ് അവർ ഉന്നയിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ രാജ്യത്ത് ഈ പറഞ്ഞ സംഘികൾ എങ്ങനെയാണോ മുസ്ലിങ്ങളെയും ദളിതരെയും ക്രിസ്ത്യാനികളെയും കൊല്ലുന്നത് മതനിന്ദ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അവര് ജയശ്രീറാം വിളിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ വന്ദേവാദനം അല്ലെങ്കിൽ ഭാരത് മാതാ കി ജയ് വിളിച്ചിട്ടില്ലെങ്കിൽ ബീഫ് കൊണ്ട് നടന്നാലൊക്കെ അല്ലേ കൊല്ലുന്നത്. അത് തന്നെയാണ് അവിടെ ഇപ്പം നടക്കുന്നത്. ഹിന്ദുക്കളെ അല്ലെങ്കിൽ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഇത്തരം ആരോപണങ്ങൾ പറഞ്ഞിട്ടാണ് അവിടുത്തെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ കൊല്ലുന്നത്. രണ്ടു രാജ്യത്തിന് ആപത്താണ്. അത് ആ രാജ്യത്തിന് ആപത്താണ് അവരെങ്കിൽ ഇവിടെ നമ്മുടെ സംഘികൾ എത്രത്തോളം നമ്മുടെ രാജ്യത്തിന് ആപത്താണോ അതുപോലെ തന്നെ അവിടെ ഈ പറഞ്ഞ തീവ്ര ഇസ്ലാമിസ്റ്റുകളും ആ രാജ്യത്തിനും ലോകത്തിനും ആപത്ത് തന്നെയാണ് നമ്മുടെ സംഘികളെ പോലെ തന്നെ. സംഘിയും തീവ്ര ഇസ്ലാമിസ്റ്റും ഒരു വ്യത്യാസമില്ല. രണ്ടും ഒരേ ലെവലിൽ ചിന്തിച്ച് അടിച്ച് രാജ്യത്തുനിന്ന് പുറത്താക്കേണ്ട ടീമുകളാണ് ഇവർ രണ്ടുപേരും കേട്ടോ. അങ്ങനെ അവിടെ നടക്കുന്ന ഈ മാധ്യമങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ എന്ന് പറഞ്ഞാൽ ധാക്കയിലെ പ്രമുഖ മാധ്യമങ്ങളായിട്ടുള്ള പ്രോത്തോം അലോ പിന്നെ ഡെയിലി സ്റ്റാർ എന്നീ 2 പത്രങ്ങളുടെ ഓഫീസുകളാണ് ജനം അടിച്ച് തകർത്ത് തീയിട്ട് കളഞ്ഞത്. ഈ 2 പത്രങ്ങളും ഇന്ത്യയെ പിന്തുണയ്ക്കുന്നവരാണെന്നാണ് ആക്രമണികൾ പറഞ്ഞു നടത്തുന്നത്. അത് മാത്രമല്ല, ഇന്ത്യ വിരുദ്ധ വികാരവും രാഷ്ട്രീയ സാഹചര്യവും ബംഗ്ലാദേശിലെ ഇപ്പം, അതായത് ഇന്ത്യക്കെതിരെയുള്ള ആരോപണങ്ങൾ ഹാദിയുടെ കൊലപാതകളിൽ ഇന്ത്യയിലേക്ക് കടന്നു എന്നുള്ള വ്യാജ പ്രചരണം ബംഗ്ലാദേശിൽ ഉടനീളം നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യനോട് ഇത്ര ദേഷ്യം വരാനുള്ള കാരണം. അല്ലെങ്കിൽ ഇന്ത്യയിലോണ്ട് ഇപ്പൊ ഈ ഇന്ത്യൻ അല്ലെങ്കിൽ ഹിന്ദു എന്ന് പറഞ്ഞിട്ട് ന്യൂനപക്ഷങ്ങളെ അവിടെ ആക്രമിക്കാൻ തുടങ്ങാനുള്ള ഒരു മെയിൻ റീസണും അതാണ്. ഇന്ത്യ ബംഗ്ലാദേശിൽ അസ്ഥിരത ഉണ്ടാക്കാൻ ശ്രമിച്ചുവെന്നും വടക്ക് കിഴക്കൻ ഇന്ത്യൻ മേഖലകൾ പിടിച്ചടക്കും എന്ന് പോലുമാണ് പ്രതിഷേധക്കാർ ഭീഷണി മുഴക്കുന്നത്. അതേതായാലും നടക്കൂല. നമ്മുടെ ഇന്ത്യയിലെ ഭാഗങ്ങൾ പിടിച്ചടക്കാൻ ഏത് പ്രതിഷേധക്കാർ വന്നു കഴിഞ്ഞാൽ അതിനെ തകർക്കാനുള്ള സൈനിക ശക്തിയൊക്കെ നമുക്കിപ്പോൾ ഉണ്ട്. പ്രത്യേകിച്ച് ഈ ബംഗ്ലാദേശിനെ പോലത്തെ ഒരു രാജ്യം വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് സത്യമാണ്. ഇനി ഷെയ്ഖ് ഹസീനയുടെ സ്വാധീനം ഇതിൽ എത്രത്തോളം ഉണ്ട് നമുക്ക് പറയട്ടോ. അതായത് ഷെയ്ഖ് ഹസീന ഇന്ത്യ അഭയം നൽകിയ ആ സമയം മുതൽ ബംഗ്ലാദേശിലെ ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധമുണ്ട്. കാരണം അവർക്കെതിരെ അല്ലെങ്കിൽ അവരുടെ ഭരണത്തിനെതിരെ ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആളുകൾ ബംഗ്ലാദേശിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ കൂടുതൽ എരികയറ്റാനുമാണ് ഈ തീവ്ര ഇസ്ലാമിസ്റ്റ് ചിന്താഗതിയിലുള്ള ആൾക്കാർ അവിടെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നത് ഇന്ത്യനോടുള്ള ദേഷ്യം. കാരണം പൊതുവെ ഇന്ത്യയുടെ പുറത്തുള്ള ആൾക്കാർക്ക് ഒരു ചിന്ത ഉണ്ട്, ഇന്ത്യയിലെ BJP സർക്കാർ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ അടിച്ചമർത്തുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ പല ന്യൂസുകളും പുറത്തോട്ട് വരുന്നുണ്ട്. ഈ സംഘി തീവ്രവാദത്തിനെ പറ്റി നല്ല രീതിയിൽ ന്യൂസുകൾ പുറത്ത് സ്പ്രെഡ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തുള്ള ആൾക്കാർ ഇന്ത്യൻ ഭരണം അല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കുന്ന ആളുകൾ ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നല്ല രീതിയിൽ ഇവിടുത്തെ പല നിയമങ്ങളും മാറ്റുന്നുണ്ട്. എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അത് പുറത്തും നല്ല രീതിയിൽ സ്പ്രെഡ് ആവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പം ഇന്ത്യനെ പറ്റിയുള്ള കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ വരുന്ന സമയത്ത് ഷെയ്ഖ് ഹസീനയുടെ പ്രസ്താവനകൾ അതൃപ്തി രേഖപ്പെടുത്തി ബംഗ്ലാദേശ് സർക്കാർ ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് മുഹമ്മദ് യൂനിസിന്റെ പരാജയം നമ്മൾ ഇതിൽ എടുത്തു പറയേണ്ട കാര്യമുണ്ട്. അതായത് ഷെയ്ഖ് ഹസീന പുറത്തായതിനു ശേഷം 1.5 വർഷമായിട്ടുണ്ട് ഇപ്പം നമ്മുടെ എന്താ പറയുക യൂനിസ് ഖാൻ അവിടെ ഭരണം തുടങ്ങിയിട്ട്. ഇടക്കാല സർക്കാരാണ്, തലവൻ മുഹമ്മദ് യൂനിസാണ്. സംഗതികൾ നിയന്ത്രിക്കാൻ ഒരു തരത്തിലും പുള്ളിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. മറ്റു ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ ഗോദി മീഡിയകൾ ഈ ഇന്ത്യൻ മാധ്യമങ്ങളുടെ എതിരെ ഭയങ്കരമായിട്ടുള്ള വിമർശനം നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ അത് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇന്ത്യൻ മാധ്യമങ്ങൾ ഈ വിഷയത്തെ ഹിന്ദു മുസ്ലിം തർക്കമാക്കി മാറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് ഗോദി മീഡിയ ഇതൊരു ഹിന്ദു മുസ്ലിം കംപ്ലീറ്റ് മുസ്ലിങ്ങൾ ഇങ്ങനെയാണ് ഹിന്ദുക്കളെ തകർത്തുകൊണ്ടിരിക്കുക എന്നുള്ള രീതിയിലുള്ള ഇതിലോട്ട് മാറ്റുന്നുണ്ട്. പക്ഷെ അതല്ല, തിരിച്ചപ്പോൾ നമ്മൾ പറയാണ് ഇന്ത്യയിലെ സകല മുസ്ലിങ്ങളെയും ഹിന്ദുക്കൾ ആക്രമിക്കുന്നുണ്ട് നമ്മൾ പറയില്ല, സംഘികളെന്ന് നമ്മൾ പറയാറുള്ളൂ അല്ലെ. തീവ്ര RSS സംഘപരിവാർ ശിവസേന ബജരംഗദൾ പറഞ്ഞ BJP ഇവരാണ് ആക്രമിക്കുന്നതെന്ന് പറയുന്നത്. ഒരിക്കലും ഹിന്ദുക്കൾ ആക്രമിക്കുന്നു പറയില്ല. ഹിന്ദുക്കൾ ഇന്ത്യയിലെ ഈ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെ ആക്രമിക്കുകയാണ്. എന്നേ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇന്ത്യയിൽ ഇല്ലാണ്ടായി പോയേനെ അല്ലെ. 80% ഹിന്ദുക്കളെ ആക്രമിച്ചിരുന്നെങ്കിൽ നേരെ തിരിച്ച് മറ്റ് മുസ്ലിം രാജ്യങ്ങളിൽ ജോലി ചെയ്ത് സമാധാനത്തിൽ ജീവിക്കുന്ന ദുബായിലും അല്ലെങ്കിൽ UAE സൗദിയിൽ, ഖത്തറിൽ, കുവൈറ്റിൽ, ബഹ്റൈനിൽ ഇവിടെയൊക്കെ എത്രയോ ഹിന്ദുക്കളും ഈ പറഞ്ഞ ഇസ്ലാം എന്ന് പറഞ്ഞ മുസ്ലിം എന്ന് പറഞ്ഞ ഹിന്ദുക്കളെ തീർക്കാൻ നടക്കുന്നവരാന്ന് പറയുന്നത് അവിടെ സ്ഥലത്തൊന്നും ഒരു ഹിന്ദുവും അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനും ജീവിച്ചിരിപ്പില്ലായിരുന്നു. അപ്പം
ഇവിടെ ഹിന്ദു മുസ്ലിം എല്ലാം ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ തീവ്ര ഇസ്ലാമിക് ചിന്താഗതിയുള്ള ആളുകൾ, ഈ പറഞ്ഞ ആളുകൾ ഇസ്ലാമിന് വേണ്ടിയിട്ടോ മതത്തിന് വേണ്ടിയിട്ടോ അല്ല, പവറിന് വേണ്ടിയിട്ടും പൈസക്ക് വേണ്ടിയിട്ടും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ RSS എന്താ ചെയ്യുന്നത്? RSS ഒരിക്കലും ഹിന്ദുവിന് വേണ്ടി അല്ല ജീവിക്കുന്നത്. അവരുടെ പവറിന് വേണ്ടിയിട്ടും അവർക്ക് രാജ്യഭരണം വേണം എന്നുള്ളത് കൊണ്ടും അവർ മുമ്പിൽ വെച്ചിട്ടുള്ള കാപട്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഹിന്ദു സ്നേഹവും പറഞ്ഞ സനാതന ധർമ്മവും ഒക്കെ. അതൊക്കെ വെറുതെയാണ്. അവർക്ക് പവർ വേണം, അതിനവർ ഏത് രീതിയിലും ചെയ്യും. ഏത് അമ്പലം അവർക്ക് പൊളിക്കാം. ഒരു പാർക്കിംഗ് വേണം, RSSനാണ് പാർക്കിംഗിൽ എത്ര പഴക്കം ചെന്ന അമ്പലവും പൊളിക്കാൻ റെഡിയാണ്. അതേപോലെ തന്നെ ഇന്ത്യ ഒരു മുസ്ലിം വിരുദ്ധ വികാരം ഉണ്ടാക്കാൻ ഏത് പള്ളികളും അവർ പൊളിക്കും. അപ്പം ഈ രണ്ട് കൂട്ടരുമാണ് ഇപ്പം ഇന്ത്യ ഭരിക്കുന്നതിൽ ഈ കൂട്ടത്തിലുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യ വിരുദ്ധത ഒരുപാട് മറ്റുള്ള സ്ഥലങ്ങളിലുണ്ട്. അപ്പം RSS സംഘപരിവാർ തീവ്രവാദികളും തീവ്ര റാഡിക്കൽ ഇസ്ലാമിക് തീവ്രവാദികളും ആണ് ഈ ലോകത്തിന് ഏറ്റവും വലിയ ആപത്ത്. പിന്നെ മറ്റു തരത്തിലുള്ള എന്താ പറയുക കാര്യങ്ങൾ എടുത്ത് പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ഈ പാലക്കാട് കണ്ട അത് തന്നെയാണ്. ഇപ്പം അവിടെ ഈ പറഞ്ഞ ആളുടെ പേരെന്തായിരുന്നു? ദീപു ചന്ദ്രദാസ് എന്ന് പറഞ്ഞ ദലിത് ഹിന്ദു യുവാവിന് സംഭവിച്ചിട്ടുള്ളത്. നമ്മളിവിടെ സംഭവിക്കുന്ന ഒരേ കാര്യം തന്നെയാണിത്. അപ്പം നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ, നമ്മളൊരു കാര്യം ചിന്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ രാജ്യത്തെ സമാധാനവും സന്തോഷം വേണമെങ്കിൽ ഇവിടെ ഹിന്ദുവും വേണം, മുസ്ലിമും വേണം, ക്രിസ്ത്യനും വേണം. പക്ഷേ തീവ്രവാദികൾ അത് ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും അടുപ്പിക്കരുത്. അവന്മാരുടെ ചിന്താഗതികളും അവർ പറയുന്ന അവരുടെ ആശയങ്ങളും വെച്ച് പുറപ്പിക്കാൻ പാടില്ല. അത് ഏതൊരു നല്ല ചിന്താഗതിയിലുള്ള മുസ്ലിമും ഹിന്ദു ക്രിസ്ത്യാനും ഇങ്ങനെയുള്ള ആളുകളെ മാറ്റി നിർത്തുക, അകറ്റി നിർത്തുക എന്നുള്ളത് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പറഞ്ഞ പാകിസ്ഥാൻ പോലെ ബംഗ്ലാദേശ് പോലെയൊക്കെ നമ്മുടെ രാജ്യം മാറും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ചിന്തിക്കുക. അല്ലാണ്ട് എല്ലാത്തിലും ഹിന്ദു മുസ്ലിം ഈ വിദ്വേഷവും കാര്യങ്ങളും ഇല്ലാണ്ടിരിക്കുക. സംഘികളാണെങ്കിലും അത് മുസ്ലിം തീവ്രവാദികളാണെങ്കിലും.